അല്ല, ഈ പെൺകുട്ടിക്ക് ചോദ്യം ചെയ്തതിൽ ആ കുട്ടി അത് വീണ്ടും വീണ്ടും അയാളെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നതിലുള്ള വിരോധ കാരണം കൊണ്ടാണ് ഈ ബ്രൂട്ടൽ മർഡർ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് സാർ പറഞ്ഞിട്ടുള്ളത്? അയാൾ ഇവിടെ കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 14-ാം തീയതി വെളുപ്പിന് 6:30-ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ഉദ്ദേശം 7 മണിയോടുകൂടി ഈ വർക്ക് പ്ലേസിൽ അയാളും അയാളുടെ വൈഫും ഇവിടെ ഈ മണ്ണിൻ്റെ വർക്ക് ചെയ്യുന്നു. വർക്ക് പ്ലേസിൽ കൊണ്ടുവരികയും വർക്ക് പ്ലേസിൽ വന്ന ശേഷം ഈ കാര്യം പറഞ്ഞ് ഈ ഫോൺ വിളിയുടെ കാര്യം പറഞ്ഞ് അവളെ പ്രകോപിപ്പിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടുകയും അതിൻ്റെ ഇടയിൽ ഈ ഭാര്യയെ മതിലിൽ തലയിടിച്ച് താഴെ തള്ളിയിടുകയും അബോധാവസ്ഥയിലായ കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും മരണം സ്ഥിരീകരിച്ച ശേഷമാണ് അവിടെ ഇരുന്നൊരു പാര കൊണ്ട് തലയ്ക്കടിച്ച് മുറിവേൽപ്പിച്ചുവെന്നും പ്രതി കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞിരിക്കുന്നു. കാഴ്ചയിൽ തന്നെ നാക്ക് മുന്നോട്ട് തള്ളിയാണ് ബോഡിയിലുള്ളത്. ഒരു സ്ട്രാങ്കുലേഷൻ്റെ സിംറ്റംസാണ് ഇത്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ചെയ്തത്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇളക്കമുള്ള മണ്ണാണ്, ഇവിടെ കോരിത്തട്ടിയ മണ്ണാണ്. ആ മണ്ണിൽ പെട്ടെന്ന് തന്നെ പ്രതിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സ്വന്തമായിട്ട് കുഴിയെടുക്കാനൊക്കെ സാധിക്കുന്ന മേൽമണ്ണാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അതും വളരെ ഭദ്രമാക്കി ചെയ്യാൻ സാധിച്ചു. വെറും ഒരടി താഴ്ചയാണ് കുഴിക്കുള്ളത്. നമ്മൾ വന്ന് കുഴിച്ച് നോക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ബോഡി കണ്ടെത്താൻ നമുക്ക് സാധിച്ചു. ഇനി ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം ഇയാൾക്ക് മാത്രമാണ് ഇൻവോൾവ്മെൻ്റ് ഉള്ളത്. ഇയാൾ 17-ാം തീയതി ആയിരുന്നു നമുക്ക് മിസ്സിങ്ങിന് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 18-ാം തീയതി വൈകിട്ട് ഈവനിങ്ങിന് പരാതിക്കാരനായ പ്രതിയെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അയാൾ എത്തിയില്ല. ഇയാളെ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ അയാളും കുട്ടികളും വെൽ ഡ്രസ്ഡായിട്ട് യാത്രയ്ക്ക് പോകുന്നത് പോലെ പോയതായിട്ട് അറിഞ്ഞു. ഇയാളുടെ മൊബൈലിൻ്റെ ടവർ ലൊക്കേഷൻ എടുത്തപ്പോൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനാണ് കാണിച്ചത്. അതനുസരിച്ച് അയർകുന്നം പോലീസ് എറണാകുളം റെയിൽവേ പോലീസുമായി ബന്ധപ്പെട്ട് ഇയാളെ കണ്ടുപിടിക്കുകയും അയർകുന്നം പോലീസ് അയാളെ എറണാകുളത്ത് നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരികയും ഇന്ന് കൂടുതലായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അയാൾ കുറ്റം സമ്മതിച്ച് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധരിപ്പിച്ചുകൊണ്ട് കൽപ്പനയുമായി വെളുപ്പിന് 7 മണിക്ക് ഇവിടെ എത്തുകയും ഈ വിഷയം ഫോൺ കോൾ സംബന്ധിച്ച വിഷയവുമായി ഇവർ തമ്മിൽ പറഞ്ഞ് മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ആവുകയും തുടർന്ന് പ്രതി അൽപ്പനയെ തലപിടിച്ച് കൽച്ചുവരിൽ ഇടിക്കുകയും ഇടിയോടുകൂടി വീണ അൽപ്പനയെ വലിച്ചിഴച്ച് വീടിൻ്റെ അടുക്കളയോട് ചേർന്ന ഭാഗത്ത് കൊണ്ടുവരികയും അവിടെ ഇട്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. തുടർന്ന് മരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവിടെ ഇരുന്നൊരു പാരയെടുത്ത് പുറം തലയിൽ അടിക്കുകയും ചെയ്തു. പിന്നെ ശ്വാസമുണ്ടോ എന്നൊക്കെ നോക്കി മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് മൺവെട്ടിയുമായി ഈ വീടിൻ്റെ പുറകുഭാഗത്തുള്ള ഇളക്കമുള്ള മണ്ണിൽ ഒരു കുഴിയെടുത്ത് പ്രതി ബോഡി മറവ് ചെയ്തത്. പോലീസിന് സംശയത്തിനിടയാക്കിയ കാരണം എന്താണ്? ഈ പ്രതിയിലേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണം? ഒന്നാമത്തെ പോലീസിന് സംശയം വരാൻ കാര്യം 14-ാം തീയതി കാണാതായ വൈഫിനെ കാണാനില്ല എന്ന് പരാതി തരുവാൻ പ്രതി തയ്യാറായില്ല.